സഞ്ചാരപ്രേമികൾക്ക് സാധാരണയ്ക്കപ്പുറമുള്ള യാത്രാ ദൃശ്യാവിഷ്കാരത്തിൻ്റെ പഴമ പുതുമ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിലകൊള്ളുന്ന അതുലനീയവും മനോഹരവുമായ 10 സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഈ വീഡിയോയിൽ ഒരുക്കിയിരിക്കുന്നു. ഇവ നിങ്ങളുടെ സാധാരണ യാത്രാ ലക്ഷ്യസ്ഥാനങ്ങൾ അല്ല, എന്നാൽ പര്യവേക്ഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന അതുല്യവും വിസ്മയിപ്പിക്കുന്നതുമായ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങൾ ചില യാത്രകളിൽ സൂക്ഷിപ്പായ വിസ്മയങ്ങൾ, അതിശയിപ്പിക്കുന്ന നീല ആകാശങ്ങളും പറവ പോലെ പകിട്ടായ കല്ലുകൾ, ഒരു പ്രണയം നിറഞ്ഞ സ്ഥിതിവിവരങ്ങൾ എന്നിവയായിരിക്കാം. എന്നാൽ ചിലപ്പോൾ അതൊരു മറഞ്ഞിരിക്കുന്ന കടൽത്തീരമായാലും ഒറ്റപ്പെട്ട ഗ്രാമമായാലും അല്ലെങ്കിൽ റഡാറിന് പുറത്തുള്ള ആശ്വാസകരമായ ലാൻഡ്സ്കേപ്പ് ആയാലും എല്ലാം പഴമ പുതുമ യൂട്യൂബ് ചാനൽ പരമാവധി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നു. ചിലപ്പോൾ യാത്രയുടെ ഏറ്റവും ഉണർവായ ഭാഗങ്ങളാണ് ആകർഷണങ്ങൾ. എന്നാൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ വീഡിയോ വിശകലനങ്ങളെക്കുറിച്ച് മാത്രമല്ല. എന്തെന്നാൽ മനോഹരമായ ഈ വെളിപ്പെടുത്തലുകൾക്ക് ഒളിഞ്ഞിരിക്കുന്ന കാഴ്ചയുടെ ഒരു വിസ്മയത്തിൻ്റെ മധ്യത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു. അത്തരത്തിലുള്ള അതുലനീയമായ ഒളിഞ്ഞിരിക്കുന്ന 10 ഡെസ്റ്റിനേഷനുകളുടെ പഴമ പുതുമ യൂട്യൂബ് ചാനലിൻ്റെ കാഴ്ചയുടെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 1. ആൻഡമാൻ ദ്വീപുകൾ, ഇന്ത്യ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണപ്രദേശമായ പ്രകൃതിയുടെ വിസ്മയങ്ങൾ നിറഞ്ഞ ദ്വീപുകളാണ് ആൻഡമാൻ ദ്വീപുകൾ. പ്രകൃതിയുടെ മനോഹാരിതയും സമുദ്രത്തിൻ്റെ നീലിമയും ഒരുമിക്കുന്ന ഈ ദ്വീപുകൾ സ്നോർക്കലിംഗിനും ഡൈവിംഗിനും തുടങ്ങിയ ജലകായിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ സ്ഥലങ്ങൾ കൊണ്ട് പ്രശസ്തമാണ്. വെളുത്ത മണൽ തീരങ്ങൾ, പച്ചപ്പിൻ്റെ പുതപ്പുള്ള വനങ്ങൾ, നീല നീരാളിക്കടൽ, കൊറിയൽ റീഫുകൾ, നിറഞ്ഞു നിൽക്കുന്ന മത്സ്യങ്ങൾ, അത്യപൂർവ ജലജീവികൾ, അങ്ങനെ ഒരുപാട് രമണീയതകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ദ്വീപുകൾ. അതേസമയം ഈ ആൻഡമാൻ ദ്വീപുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തീരങ്ങൾ പര്യവേഷണ പ്രിയർക്ക് സമാധാനവും ഏകാന്തതയും സമ്മാനിക്കുന്നു. ഈ തീരങ്ങൾ പ്രകൃതിയുടെ സാന്നിധ്യം സമർത്ഥമായി അനുഭവിക്കുവാനുള്ള പരമാവധി അവസരം നൽകുന്നു. നമ്പർ 2. ഹോക്കൈഡോ ദ്വീപ്, ജപ്പാൻ. ജപ്പാനിലെ 4 പ്രധാന ദ്വീപുകളിൽ ഏറ്റവും വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്ത സൗന്ദര്യവും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വേറിട്ട ഭംഗിയും കൊണ്ട് പ്രസിദ്ധമായ ദ്വീപാണ് ഹോക്കൈഡോ. ഹോക്കൈഡോ ജപ്പാനിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനോഹരമായ പർവ്വതങ്ങൾ, വേനൽക്കാലത്ത് വിരിയുന്ന പൂക്കളുടെ ചിറകുകൾ, ശീതകാലത്ത് മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ചൂടുള്ള ഹോട്ട് സ്പ്രിംഗുകൾ എന്നിവയിലൂടെ ഹോക്കൈഡോ ഒരു സമഗ്ര വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു. ഹോക്കൈഡോയിൽ ഫുറാനോ എന്ന സ്ഥലത്തെ വേനൽക്കാല പൂക്കളുടെ പറമ്പുകളും ഹക്കോദെറ്റെ എന്ന സ്ഥലത്തെ മനോഹരമായ പർവ്വതങ്ങളും നൊബോരിബേറ്റ്സു എന്ന സ്ഥലത്തെ പ്രാചീന ആനന്ദം നൽകുന്ന ഹോട്ട് സ്പ്രിംഗുകൾ ഓൺസ് തുടങ്ങിയ സ്ഥലങ്ങൾ ജപ്പാനിലെ മറ്റു തലങ്ങളിൽ നിന്നും വേറിട്ട മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നു. അതുപോലെ അവിസ്മരണീയമായ ആൽപൈൻ ദൃശ്യങ്ങളും ബൈസൺ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന വന്യജീവികളും ഹോക്കൈഡോയെ വേറിട്ടു നിർത്തുന്നു. സാഹസിക യാത്രികർക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും സമാധാനം കണ്ടെത്തുവാനുമുള്ള അനുഭവങ്ങൾക്കായി ഹോക്കൈഡോ സന്ദർശിക്കുന്നവർക്കും ഒരുപോലെ ഹൃദ്യമായ സുന്ദര കാഴ്ചയുടെ വിസ്മയം നൽകുന്നു. നമ്പർ 3. ലക്ഷദ്വീപ്, ഇന്ത്യ. ഇന്ത്യയിലെ പ്രകൃതിയുടെ രമണീയത നിറഞ്ഞ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന മനോഹരങ്ങളായ ദ്വീപുകളിലൊന്നാണ് ലക്ഷദ്വീപുകൾ. അറബിക്കടലിൻ്റെ മധ്യഭാഗത്ത് കിടക്കുന്ന ഈ ദ്വീപുകൾ പ്രകൃതിയുടെ വിസ്മയമായ പ്രായം കൂടിയ മരങ്ങൾ നിറഞ്ഞ പച്ചതുരുത്തുകൾ, ശാന്തമായ വെള്ളിമണൽ തീരങ്ങൾ, അതുല്യമായ പവിഴപ്പുറ്റുകളുടെ പർവ്വതാനികൾ എന്നിവ ഇവിടത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ലക്ഷദ്വീപുകളിൽ സ്നോർക്കലിംഗിനും സ്കൂബ ഡൈവിംഗിനും പറ്റിയ നിരവധി സ്ഥലങ്ങളുണ്ട്. കടൽ ജീവികളുടെ വിസ്മയങ്ങൾ കണ്ടറിഞ്ഞു വിരുന്നെത്തുന്നവർക്ക് കത്മത്ത്,
കൊവർത്തി, അഗത്തി എന്നീ ദ്വീപുകൾ മികച്ച സ്നോർക്കലിംഗ് കേന്ദ്രങ്ങളും കൂടിയാണ്. അതേസമയം വൈവിധ്യമാർന്ന കോറൽ പരവതാനികളും അപൂർവ കടൽമീനുകളും അനുഭവിക്കുവാൻ ബംഗാരവും അതൊന്നിലുമാണ് സ്കൂബ ഡൈവിംഗ് പ്രിയരുടെ സ്വപ്നലോകം. ഇവിടെയുള്ള ശാന്തമായ തീരങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിക്കുവാനും സമാധാനം തേടുന്നവർക്കും ഒരു സ്വർഗം തന്നെയാണ്. നമ്പർ 4. ബാൽബെക്ക് പർവ്വതങ്ങൾ, ലബനാൻ. ചരിത്ര പാരമ്പര്യത്തിൻ്റെ കരുത്തും പ്രകൃതിദത്ത സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന അതിമനോഹരമായ സവിശേഷ ഭൗമശാസ്ത്രവുമുള്ള പ്രദേശമാണ് ലെബനാനിലെ ബാൽബെക്ക് പർവ്വതങ്ങൾ. പ്രാചീന നഗരമായ ബാൽബെക്കിന് പിൻബലമായി നിലകൊള്ളുന്ന ഈ പർവ്വതങ്ങൾ അപാരമായ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ്. അപൂർവമായ പാറരൂപങ്ങൾ, വാനിലേക്കുയരുന്ന ശിഖരങ്ങൾ, പച്ചപ്പാർന്ന താഴ്വരകൾ എന്നിവയാൽ ഈ പ്രദേശം പ്രകൃതി പ്രിയർക്ക് സ്വർഗം തന്നെയാണ്. ബാൽബെക്ക് പർവ്വതങ്ങൾ മനോഹരമായ ലെബനീസ് പരിസ്ഥിതിയുടെ ഭാഗമാണ്. സഞ്ചാരികൾക്ക് ആത്മസമാധാനവും പ്രകൃതിയുമായി ഒരു അടുത്ത ബന്ധവും അനുഭവപ്പെടുന്ന സ്ഥലമാണ്. ചരിത്ര സ്മാരകങ്ങൾക്കും പ്രകൃതിദത്ത മനോഹാരിതയ്ക്കും പ്രാധാന്യം നൽകിയുള്ള സഞ്ചാരികളുടെ ഒരു സങ്കേതം കൂടിയാണ് ബാൽബെക്ക്. നമ്പർ 5. മേൽഡേ, നോർവേ. മോൾഡേ നോർവേയിലെ ഒരു മനോഹര നഗരമാണ്. അതിൻ്റെ സുന്ദരമായ പ്രകൃതിദത്ത സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇവിടെ റോസസ് ബൈ ദി ഫിയോർഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നഗരത്തിലെ നീണ്ടുനിൽക്കുന്ന കാറ്റൽ നദികൾ, താഴ്ന്ന മരങ്ങൾ, പൊന്നുകൂടിയ പുൽമേടുകൾ എന്നിവ ഒരു പരിസരത്തോടു കൂടി ആവിഷ്കരിക്കപ്പെടുന്ന പ്രകൃതി മനോഹാരിതയുടെ ഭാഗങ്ങളാണ്. മോൾഡയുടെ വിശാലമായ പ്രാന്തപ്രദേശങ്ങളിൽ മനോഹരമായ നദികൾ ഒഴുകി പ്രകൃതിയോട് കൂടിയ ആന്തരികമായ ബന്ധം സൃഷ്ടിക്കുന്നു. അതിൻ്റെ പ്രശസ്തമായ സമാധാനകരമായ നദീതീരങ്ങൾ പ്രകൃതിയുടെ വിശാലത അനുഭവിക്കുവാനുള്ള പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മോൾഡയുടെ മനോഹരമായ ഫിയോർഡുകളും കുന്നുകളും സഞ്ചാരികൾക്ക് അതുല്യമായ കാഴ്ചകളുടെ അനുഭവം നൽകുന്നു. പ്രകൃതിയെ ആസ്വദിക്കുവാനും സമാധാനം കണ്ടെത്തുവാനും മോൾഡേ ഒരു മികച്ച സ്ഥലമാണ്. നമ്പർ 6. മെൻഡൺ, ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് റിവിയറയിലെ ചെറിയ ഒരു മനോഹര നഗരമാണ് മെൻഡൺ. അതിൻ്റെ നിത്യസൗന്ദര്യവും സമാധാനവുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഈ മനോഹര നഗരത്തിൽ അതിൻ്റെ പ്രത്യേകതയുള്ള വീഥികളും സമാധാനത്തോടെ ഒഴുകുന്ന കായലുകളും കണ്ടെത്താനുള്ള ഒരു മികവുറ്റ അനുഭവം ഉണ്ടാക്കും. അതിൻ്റെ പഴമയിലുള്ള വീടുകൾ, ഇടുങ്ങിയ വക്കുകൾ, നിറം തീർത്തു നിൽക്കുന്ന കെട്ടിടങ്ങൾ, ഇങ്ങനെ നിരവധി വിസ്മയിപ്പിക്കുന്ന ഒരു കാൽപ്പനിക ഭൂമിശാസ്ത്രമാണിവിടെ സഞ്ചാരപ്രേമികളെ ആനന്ദം കൊള്ളിക്കുന്നത്. മെൻഡൺ പഴയകാല ശില്പകലയുടെ സുന്ദരമായ ഉദാഹരണങ്ങളും കായലുകളുടെ ശാന്തവും ആനന്ദപ്രദമായ അന്തരീക്ഷവും കൂടാതെ നഗരത്തിൻ്റെ സമ്പന്നമായ പരിസ്ഥിതിയുടെ പൂർണ്ണമായ അനുഭവം നൽകുന്നു. ഈ ചെറിയ മറഞ്ഞിരിക്കുന്ന നഗരത്തിൽ വിവിധ വിനോദങ്ങൾക്കായി നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. സൈക്ലിംഗ് പ്രേമികൾക്ക് അനേകം സൈക്ലിംഗ് വഴികൾ, മനോഹരമായ കായലുകൾ, മറ്റുമായി ബന്ധപ്പെട്ട വിനോദങ്ങൾ എന്നിവയിലൂടെ മോൺസി തൻ്റെ അന്യസുന്ദര്യം പരിരക്ഷിച്ചുകൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നു. നമ്പർ 7. ഫെർണാണ്ടോ ഡി നോറോണ ദ്വീപ്, ബ്രസീൽ. ബ്രസീലിൻ്റെ ഉത്തരാഖണ്ഡത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമുച്ചയമാണ് ഫെർണാണ്ടോ ഡെ നോറോണ. ഈ ദ്വീപിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കടൽത്തീരങ്ങളിൽ ഒന്നായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ദ്വീപുകളിൽ നിത്യദിനം അലമരം കൊണ്ട് വിരിയുന്ന പരിസ്ഥിതി, പ്രകൃതിയുടെ സമൃദ്ധിയും സഞ്ചാരികളെ അതുപോലെയുള്ള ഒരു സ്വർഗാനുഭവത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ദ്വീപിൽ ഡൈവിംഗിലൂടെ അണുകുടുക്കയുടെ കലാവാസങ്ങൾ, നിറമുള്ള മത്സ്യങ്ങൾ, ആഴത്തിലുള്ള ഫിസുകൾ എന്നിവയെ കാണാൻ അനുയോജ്യമായ സ്ഥലങ്ങളാണ്. അതുപോലെ മനോഹരമായ പവിഴപ്പുറ്റുകളും സങ്കലനീയമായ സമുദ്രജീവികളുമായി സ്നോർക്കലിംഗ് അനുഭവവും. സന്ധ്യാകാലത്ത് അതിശയകരമായ ഡോൾഫിനുകളുടെ കളി കാണാനും അവരുടെ സ്വതന്ത്ര സഞ്ചാരത്തെ അനുഭവിക്കാനും ഈ ദ്വീപുകളിൽ അവസരമാണ്. ഫെർണാണ്ടോ ഡെ നോറോണയുടെ പ്രകൃതിദത്ത സൗന്ദര്യവും സമുദ്രജീവികളുടെ വൈവിധ്യവും പര്യടകർക്കു സമാധാനവും ആനന്ദവും നൽകുന്ന ഇടമാണ്. നമ്പർ 8. ഫാറോ ദ്വീപുകൾ, ഡെൻമാർക്ക്.
പ്രകൃതിയുടെ അപാര സൗന്ദര്യം അനുഭവപ്പെടുന്ന ഡെൻമാർക്കിന്റെ ജനലോകഭംഗിയിലുള്ള ഒരു സുന്ദര പ്രദേശമാണ് ഫാരോ ദ്വീപുകൾ. ഇവിടെയുള്ള ഒളിഞ്ഞിരിക്കുന്ന കുളങ്ങൾ, ഗർഭിത വെള്ളച്ചാട്ടങ്ങൾ, ഉയർന്ന മലകൾ, വിസ്മയിപ്പിക്കുന്ന മലനിരകൾ എന്നിവ പ്രകൃതിയുടെ അതുല്യമായ കാഴ്ചകൾ നൽകുന്നു. മലനിരകളുടെ ഉച്ചം, വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം, നിത്യദിനം പുതുപ്പിക്കുന്ന മനോഹര ദൃശ്യങ്ങൾ എന്നിവ ഇണഞ്ഞുചേരുമ്പോൾ ഫാറോ ദ്വീപുകൾ ഒരു സഞ്ചാരികന്റെ സ്വപ്നത്തിലേക്കുള്ള പാതയാകും. ഫാറോ ദ്വീപുകളുടെ നിത്യശാന്തമായ നിഗൂഢ സൗന്ദര്യവും അപൂർവമായ പ്രകൃതി ദൃശ്യങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇവിടെ സഞ്ചാരികൾക്ക് ആസ്വദിക്കാവുന്ന നിരവധി പ്രകൃതി അനുമോദനങ്ങൾ ലഭ്യമാണ്. നമ്പർ 9. ടോസ്കാനി ഗ്രാമങ്ങൾ. ഇറ്റലി. ഇറ്റലിയുടെ ടോസ്കാനി പ്രദേശം പ്രകൃതിയുടെയും ചരിത്രത്തിന്റെയും സുന്ദരമായ സംയോജനത്താൽ സമ്പന്നമാണ്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ചെറുഗ്രാമങ്ങൾ, പുരാതന കെട്ടിടങ്ങൾ, പകലിന്റെ പരതിയോടുകൂടിയ മുന്തിരിത്തോട്ടങ്ങൾ എന്നിവ ആകർഷണങ്ങളാണ്. ഈ പട്ടണങ്ങൾ ഇറ്റാലിയൻ പാരമ്പര്യത്തിന്റെ കാഴ്ചകളും സാംസ്കാരിക മൂല്യങ്ങളും പരിപാലിക്കുന്ന പൂർണ്ണമായ സംരക്ഷിത സ്ഥലങ്ങളാണ്. വിനോദസഞ്ചാരികൾക്ക് ടോസ്കാനിയിലെ ഈ ചെറുഗ്രാമങ്ങൾ ബഹുമാനപ്പെട്ട മണ്ടോലിൻ ട്രീ ക്ലൈംബിംഗ്, ഹാർസ് ബാക്ക് റൈഡിംഗ്, ഫാം ടൂറിസം എന്നിവ പോലുള്ള അനുഭവങ്ങൾ നൽകുന്നു. ഈ സാഹസിക പ്രവർത്തനങ്ങൾ ടോസ്കാനിയുടെ പ്രകൃതി ദൃശ്യങ്ങളും അനുഭവവും ആസ്വദിക്കാൻ ഒരു അനന്യമായ അവസരം നൽകുന്നു. നമ്പർ 10. സെൻട്ര. പോർച്ചുഗൽ. പോർച്ചുഗലിലെ ഒരു മനോഹരമായ പരമ്പരാഗത ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ നിന്നും മാറി തന്ത്രസഞ്ചാരികളുടെ സ്വപ്നമായി മാറിയ ഒരു ചെറിയ നഗരമാണ് സെൻട്ര. മുൻകാലത്ത് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ സെൻട്ര ഇപ്പോൾ പരമ്പരാഗത ടൂറിസ്റ്റ് മേഖലകളിൽ നിന്നും മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിസ്മയകരമായ മോണുമെന്റുകളും നീളമുള്ള വിനോദകേന്ദ്ര സമീപങ്ങളിലേക്കുള്ള അന്വേഷണ മാർഗങ്ങളും സഞ്ചാരികൾക്ക് ഇന്നും പുതിയ അനുഭവങ്ങൾ നൽകുന്നു. സെൻട്രയിൽ കാണാൻ ഉള്ള പ്രധാന ആകർഷണങ്ങൾ വിസ്മയിപ്പിക്കുന്ന പാരമ്പര്യ സ്മാരകങ്ങൾ, മനോഹരമായ മരുഭൂമി, ചുറ്റും നീങ്ങുന്ന അന്വേഷണ മാർഗങ്ങൾ എന്നിവയാണ്. ഈ നഗരം പഴമയുടെ അവശിഷ്ടങ്ങൾക്കും അത് പ്രകൃതിയുടെ പുതുമയുള്ള സൗന്ദര്യത്തിന് അനുയോജ്യമായ ഒരു അനുഭവം നൽകുന്നു. അത് സന്ദർശകരെ കാഴ്ചയുടെ വിസ്മയത്തിലേക്ക് ആകർഷിക്കുന്നു. Like, comment, and subscribe.